നമ്മുടെ സ്ഥാപനം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിലുള്ള അസറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ, ഫർണിച്ചേഴ്സ്, സോഫ്റ്റ്വെയർ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ അസറ്റായിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ പേഴ്സണൽ യൂസിനല്ല, നമ്മുടെ സ്ഥാപനത്തിൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിലിറ്റി ഉണ്ട്. അടുത്ത മാസം ഇത് മേടിച്ചതിന് തൊട്ടടുത്ത മാസം നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ, നമ്മുടെ സെയിൽസ് ടാക്സ് അടയ്ക്കുമ്പോൾ ഇതിൻ്റെ ടാക്സ് നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അത് എല്ലാ പ്രോഡക്റ്റിനും ഇല്ല, ചില പ്രോഡക്റ്റുകൾക്ക് അതില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അക്കൗണ്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ അക്കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള എലിജിബിലിറ്റി ഉള്ള ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൽ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ അക്കൗണ്ട്സിൽ GST വൗച്ചർ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. ആ മെനു എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിൻഡോ കിട്ടും. ആ വിൻഡോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെങ്ങനെ എൻ്റർ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഒരു റെഫറൻസ് നമ്പർ, നമ്മുടെ ഒരു എൻട്രി നമ്പറാണിത്. ദെൻ എൻട്രി ഇടുന്ന ഡേറ്റ്, പിന്നെ സപ്ലയർ, നിങ്ങൾക്ക് ഈ സാധനം തന്ന സപ്ലയറുടെ വൗച്ചർ നമ്പർ LT005, ഞാനൊരു വൗച്ചർ നമ്പർ കൊടുത്തു. പിന്നെ ഈ സാധനം സപ്ലയർ എന്നാണ് ബില്ല് ചെയ്തത് എന്നുള്ള ഡേറ്റാണ്. ഇപ്പോൾ ചിലപ്പോൾ ദൂരം നിന്നൊക്കെ വരുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ബിൽ ഡേറ്റും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന ഡേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. അവർ ബില്ല് ചെയ്ത ഡേറ്റ് ആയിരുന്നു നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ കേസിൽ ഞാൻ രണ്ടും സെയിം തന്നെ കൊടുക്കുകയാണ്. ദെൻ അക്കൗണ്ട് ഹെഡ്, ആരാണ് ഇത് തന്നത്, സപ്ലയറുടെ പേര്. ഇത് സപ്ലയേഴ്സിൽ നമുക്ക് ആഡ് ചെയ്ത് വെക്കണം. സപ്ലയേഴ്സ് ആഡ് ചെയ്ത് വെക്കാൻ അറിയാമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഈ സപ്ലയേഴ്സ് എന്ന് പറയുന്ന വിൻഡോയിൽ പോവുക. ഇവിടെ സപ്ലയറിൻ്റെ പേര്, GST നമ്പർ, അവരുടെ ലീഗൽ നെയിം, ട്രേഡ് നെയിം, അവരുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ്, സ്റ്റേറ്റ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ചെയ്യുക. ആ ഡേറ്റ നമുക്ക് ഇവിടെ കിട്ടും. ഇൻഫോലാബ് ടെക്നോളജീസ് എന്നാണ് സാധനം പർച്ചേസ് ചെയ്തത്. ദെൻ സ്റ്റേറ്റ്, അവരുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വരും. ദെൻ പ്രോഡക്റ്റ് എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ആ പ്രോഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. പ്രോഡക്റ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെൻട്രിയിലേക്കല്ല ഇത് ആഡ് ചെയ്യുന്നത്. കാര്യം ഈ പ്രോഡക്റ്റ്സ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മുടെ ഓഫീസിലെ പർപ്പസിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് അക്കൗണ്ട്സിലാണ് ഇതിൻ്റെ ആഡ് ചെയ്യേണ്ടത്, അസറ്റിലേക്കാണ് നമുക്കിത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ദെൻ അതിൽ അസറ്റ്സ്. അപ്പോൾ അസറ്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഐറ്റം ചിലപ്പോൾ ഇതാവാം, കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഉണ്ട്. അതിൽ നമുക്ക് ഇതുപോലത്തെ അസറ്റ്സ് മോസ്റ്റ് പ്രോബബ്ലി ഫിക്സഡ് അസറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സിനകത്ത് നമുക്ക് ഇപ്പോൾ ഫർണിച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതുപോലെ തന്നെ ഫർണിച്ചർ പോലെ ഞാൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. താഴെ ന്യൂ കൊടുക്കുന്നു. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഇൻപാക്ക് സോഫ്റ്റ്വെയറിൻ്റെ പേരും കൂടെ കൊടുക്കുകയാണ്. പിന്നെ അക്കൗണ്ട് ഹെഡാണെന്നുള്ളത് ചൂസ് ചെയ്യുന്നു. അക്കൗണ്ട് ഹെഡാണെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രീസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എത്ര ശതമാനം ടാക്സിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തെന്നുള്ളത്, അതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് കൂടെ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യം. കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഞാനിവിടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇൻപാക്ക് എന്ന് കൊടുത്തു. ക്വാണ്ടിറ്റി 1 കൊടുക്കുകയാണ്. ദെൻ 3650 രൂപ ഞാൻ പ്രൈസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ 18% ടാക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 4307 എന്ന് പറഞ്ഞൊരു എമൗണ്ട് വരും. ഇനി നമുക്ക് ഡയറക്റ്റ് ടോട്ടൽ എമൗണ്ട് ഇവിടെ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ ടാക്സബിൾ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 4307 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടാക്സ് ഇല്ലാത്ത ഫിഗറും സ്പ്ലിറ്റ് ചെയ്തോളൂ. ഇനി ടാക്സ് ഇല്ലാത്തൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ GSTയുടെ അവിടെ 0% കൊടുത്താലും മതി. ദെൻ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമാർക്സ് കൊടുക്കുക, ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക്, ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമുക്ക് അസറ്റായിട്ട് സിസ്റ്റത്തിലേക്ക് കയറുകയും ഇൻഫോലാബ് ടെക്നോളജീസിന് നമ്മൾ ആ സപ്ലയറുടെ നിന്നാണ് ഇത് മേടിച്ചതെന്നുള്ളതിനൊരു റെക്കോർഡ് വരികയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ അസറ്റ്സിൻ്റെ ലെഡ്ജർ ഒന്ന് നോക്കാം. സോഫ്റ്റ്വെയർ 3650 രൂപ ടാക്സ് ഇല്ലാത്ത ഫിഗറാണ് അസറ്റിലേക്ക് കാണിക്കുക. കാര്യം ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടിക്കഴിയും. ഇതിപ്പോൾ അസറ്റായിട്ട് 3650 രൂപ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാർട്ടിയുടെ ലെഡ്ജർ ഒന്ന് നോക്കാം. ഇൻഫോലാബ് ടെക്നോളജീസ് എന്നാണല്ലോ നമ്മൾ മേടിച്ചത്. ഇൻഫോലാബ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇതിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇൻപാക്ക് 3650 രൂപ നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്.
ഇതിൻ്റെ പേയ്മെൻറ്റായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ടാലിയായി പോവും. ബാക്കി നമ്മുടെ അസറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ അസറ്റ് വന്നതായിട്ടും കാണും. ഇങ്ങനെയാണ് നമുക്കൊരു അസറ്റ് റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡ്. GST വൗച്ചർ എന്ന് പറയുന്ന ഇതിലാണ് ഇത് ചെയ്യുക. ഓൾറെഡി എൻ്റർ ചെയ്ത എൻട്രി കാണാൻ നമ്മുടെ മറ്റ് ബാക്കിയുള്ള വിൻഡോസ് പോലെ തന്നെയാണ്. നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാം. ഇവിടുന്ന് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.